മാർ പാംപ്ലാനിയുടെ ധ്യാന ചിന്തകളോടെയാണ് ജനുവരി സിനഡിന്റെ തുടക്കമെന്ന് വിശ്വാസികൾ അറിഞ്ഞിരിക്കണം. പ്രാർത്ഥനകളോടെ പിതാക്കന്മാർ ആ ദിവസം കഴിച്ചുകൂട്ടി. സിനഡ് ഔദ്യോഗികമായി ജനുവരി 7 ഉദ്ഘാടനം ചെയ്യുന്നത് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് തന്നെയാണ്. പിന്നെ ജനുവരി 10 വരെ പിതാക്കന്മാർ തമ്മിലുള്ള ചർച്ചകൾ. ഓർക്കണം, സിനഡിന് നേതൃത്വം വഹിക്കുന്നത് ജനാഭിമുഖ കുർബാനയുടെ വക്താക്കളും അപ്പോസ്തലന്മാരുമായ മാർ റാഫേൽ തട്ടിൽ പിതാവും മാർ പാംപ്ലാനി. ബാക്കിയുള്ള മെത്രാന്മാരെ കൊണ്ട് ജനാഭിമുഖത്തിന് അനുകൂലമായ ഒരു തീരുമാനം നിർബന്ധിപ്പിച്ചെടുപ്പിക്കുക എന്നത് തന്നെയാണ് ഇരുവരുടെയും സുപ്രധാന ലക്ഷ്യം. ഏകീകൃത ബന്ധത്തെ വിസ്മരിക്കാനും സിനഡിൽ ഇരുവരും ശബ്ദമുയർത്തും. ബസലിക്കയിൽ വിശ്വാസികൾ ഏകീകൃത കുർബാനയ്ക്കായി പ്രാർത്ഥനാ സമരം നടത്തുന്നതോ വിശ്വാസികളുടെ കണ്ണ് നനവോ അതോ സഭയിലെ ഐക്യമോ ഒന്നും തന്നെ ഇവർക്കൊരു വിഷയമേ. പണ്ട് കാലാകാലങ്ങളായി ചേരുന്നത് പോലെ വെറുതെ ഒരു സിനഡ്, അതാണ് നടക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ 2 തവണ കത്തിലൂടെയും വീഡിയോയിലൂടെയും ആവശ്യപ്പെട്ടു, ജനാഭിമുഖമല്ല വേണ്ടത്, ഏകീകൃതമാണ്. എന്നിട്ടും ഇവർ മുറുകെ പിടിക്കുന്നത് തലതിരിഞ്ഞ വാദഗതികൾ. ജനാഭിമുഖം. മാർപ്പാപ്പയേക്കാൾ വലിയ മേജർ ബിഷപ്പും ആർച്ച് ബിഷപ്പുമുള്ള എറണാകുളത്തെ വിശ്വാസികൾ ജനാഭിമുഖമാണ് അർപ്പിക്കുന്നത്, അത് തന്നെ നടപ്പാക്കും എന്നാണ് ഇവരുടെ പിടിവാശി. വളരെ കണ്ണുനീർ വാർത്ത് നാം പ്രാർത്ഥിക്കണം ഈ ദിനങ്ങൾ. വ്യക്തിപരമായി നമ്മുടെ മെത്രാന്മാർ പോലും വളരെ വികൃതരായിപ്പോയി. അതിൽ വിശ്വാസികൾ ദുഃഖിക്കണം. തിരുത്തുവാൻ അവരിൽ പലർക്കും സാധിക്കുന്നില്ല. സിനഡിന് പോലും മുൻകൈ എടുക്കാൻ പറ്റുന്നില്ല. വലിയൊരു ദുരവസ്ഥയിലാണ് ഇപ്പോൾ സഭ. വെറുമൊരു രൂപതയിലല്ല ഇതൊക്കെ തട്ടിക്കൂട്ട് പോലെ നടക്കുന്നത്. പലതരം വീഡിയോയുടെ പേര് പറഞ്ഞ് പാംപ്ലാനി മെത്രാന്മാരെ ഹൈജാക്ക് ചെയ്യുന്നു എന്നാണ് ഇപ്പോഴത്തെ വർത്തമാനം. അതെന്തായാലും വിശ്വാസികൾക്ക് വേണ്ടത് ഏകീകൃത കുർബാന നടപ്പാക്കി കിട്ടുകയാണ്. സിനഡിൽ മെത്രാന്മാർക്ക് നല്ല ബുദ്ധി തോന്നാൻ പ്രാർത്ഥിക്കും. തീവ്ര പ്രാർത്ഥനായുധങ്ങളായ ജപമാല, കരുണക്കൊന്ത, മുട്ടിൽ പ്രാർത്ഥന, ത്യാഗങ്ങൾ കുറെ എടുത്തുള്ള പ്രാർത്ഥനകൾ, ഉപവാസം, ബൈബിൾ വായന, ഇതൊക്കെ വഴി വിശ്വാസികളെല്ലാം നന്നായി സിനഡിലെ മെത്രാന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റു പല രൂപതകളെയും നശിപ്പിക്കുമെന്നതിൽ ഒരു സംശയമില്ല. എല്ലാ പള്ളികളിലും എല്ലാ കേന്ദ്രങ്ങളിലും ഏകീകൃതം എന്നതാണ് മാർപ്പാപ്പയുടെ 2023 ഡിസംബർ 7 കൽപ്പന. ഇതിന് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയോ ഇപ്പോഴത്തെ ലിയോ മാർപ്പാപ്പയോ പൗരസ്ത്യ കാര്യാലയമോ ഒന്നും ഒരു അറിയിപ്പ് നൽകിയിട്ടില്ല. ഒരു കാര്യം വിശ്വാസികളും സഭയും സിനഡും വിമത വൈദികരും ഒക്കെ ഓർത്തിരിക്കണം, മാർപ്പാപ്പയെ ധിക്കരിക്കാൻ നാം ബാധ്യസ്ഥരല്ല. കാരണം മാർപ്പാപ്പയാണ് പരിശുദ്ധ സിംഹാസനം. മാർപ്പാപ്പയുടെ വാക്കുകളാണ് സഭയിലെ ഏറ്റവും അവസാനത്തെ വാക്കുകൾ. നാം അനുസരിക്കേണ്ടത്, അനുസരണാവൃതം അനുഷ്ഠിക്കേണ്ടത് ഒക്കെ സഭയോട്, മാർപ്പാപ്പയോടാണ്, അല്ലാതെ വിമത ചെയ്തികളോടോ വിമത കൂട്ടങ്ങളോടോ അല്ല. അത് തന്നെയാണ് എറണാകുളം ബസിലിക്കയിൽ വിശ്വാസികൾ ഇപ്പോൾ നടപ്പാക്കി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ 2 മെത്രാന്മാരുടെ കയ്യിലാണ് ഇപ്പോൾ സിനഡ്. രൂപതയും അവിടെ കയ്യിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, സിനഡിൽ കാര്യമായ ചർച്ചകളൊന്നും നടക്കാൻ സാധ്യതയില്ല. സിനഡിൽ എന്തെങ്കിലും ചർച്ച ചെയ്യണമെങ്കിൽ അത് തട്ടിൽ പിതാവും മാർ പാംപ്ലാനിയും വത്തിക്കാനിൽ ചെന്ന് ലിയോ പാപ്പയെ കണ്ട് തിരിച്ചു വന്ന ആ ഡിസംബർ ആദ്യ പകുതിയിലെ ആ കാലയളവിൽ പൗരസ്ത്യ കാര്യാലയം, വത്തിക്കാൻ, പരിശുദ്ധ സിംഹാസനം ഇവരോട് എന്ത് ആവശ്യപ്പെട്ടു, എന്ത് ചെയ്തു തീർക്കാൻ പറഞ്ഞു, എന്താണ് സിനഡിൽ അവതരിപ്പിക്കാൻ ആവശ്യപ്പെട്ടത്, അത് തന്നെയാകണം അവർ സിനഡിൽ അവതരിപ്പിക്കേണ്ടത്. പക്ഷേ എന്താണ് പൗരസ്ത്യ കാര്യാലയം ഇവരോട് ആവശ്യപ്പെട്ടത് എന്ന് ഇതുവരെ ഔദ്യോഗികമായി സിറോ മലബാർ എറണാകുളം അങ്കമാലി അതിരൂപത വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിശ്വാസികൾക്ക് സംശയം ഇരട്ടിക്കുന്നത്. വത്തിക്കാനിൽ നിന്നും പരിശുദ്ധ സിംഹാസനം എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സിനഡിന് മുന്നിൽ വെക്കണം. സിനഡിൽ അതിന് അംഗീകാരം നൽകുക തന്നെ വേണം. അതാണ് പറഞ്ഞത്, മാർപ്പാപ്പയെ ഔദ്യോഗികമായി സ്വീകരിക്കാൻ ആർക്കും അവകാശമില്ല. പക്ഷേ മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പറയാതിരിക്കാൻ ഇവർക്ക് അവകാശമല്ല. ഇവർക്ക് തന്ത്രമുണ്ട്, കുതന്ത്രമുണ്ട്. അതുകൊണ്ട് തന്നെ മാർപ്പാപ്പ അവിടെ എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ രേഖാമൂലം ഉത്തരവുകൾ നൽകി, അതൊക്കെ സിനഡിന് മുന്നിൽ വെളിപ്പെടുത്തണമോ വേണ്ടയോ എന്നത് ആർജവമുള്ള പിതാക്കന്മാർ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചാൽ മാത്രമേ ഇരുവരും ഉത്തരവ് നൽകുകയുള്ളൂ എന്ന് വ്യക്തമാണ്. അങ്ങനെ ചോദിക്കാൻ ആർജവമുള്ള സിനഡിലെ മെത്രാന്മാർ ആരുമുണ്ടാകില്ല. കാരണം കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന രീതിയുണ്ട്. എന്തായാലും വിശ്വാസികൾ മെഴുകുതിരി പ്രാർത്ഥനയും മറ്റുമായി ഇപ്പോൾ സിനഡ് നടക്കുന്ന കാര്യത്തിന് പുറത്തൊക്കെ വിശ്വാസികൾ
മെഴുകുതിരി പ്രാർത്ഥനയുമായി ഇപ്പോൾ പ്രാർത്ഥനാ നിർഭരമായി കഴിയും.